തിരിച്ചു വരും പപ്പ. ഉണ്ടെന്നില്ല. ആ അപ്പം അറിയാം. വാ വേം വാ വേം വാ 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 വാ. മാറ, എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയണ്ട. ഇവിടെ അധിക സമയം നിൽക്കണ്ട, ഞാൻ പോക്കും. ഏയ് വണ്ടി എടുക്ക് വണ്ടി എടുക്ക്. അവളൊന്നുമില്ല, വണ്ടി എടുക്ക്. അവളെ ശരിക്കും പറ്റിച്ചിട്ടുണ്ടോ? ദേവനോടാ ഇനിയിപ്പോ എവിടെ പോയിട്ടാ നോക്കിയത്? എവിടെയായിരുന്നു നീ? എന്റെ ഫോൺ വെള്ളത്തിൽ പോയി, അതെനിക്ക് വിളിക്കാൻ പറ്റാതായിരുന്നു. സോറി ട്ടാ. നീ ഏത് ഹോട്ടലിലേക്കാ പോയത്? ചേച്ചി നിങ്ങളൊക്കെ പോയിണ്ടാവുന്നു. വേഗം പോവാം. ഹലോ, ദിവാകരനല്ലേ? ഇല്ലല്ലോ, ഞാൻ പുരുഷോത്തമനാ. ജ്വാലേനെ പെണ്ണ് കാണാൻ വേണ്ടി വന്നിരുന്നില്ല അന്ന്. പിന്നെ അന്ന് സമ്മതിച്ചൊന്നുമില്ലല്ലോ. എന്താ വേണ്ടപ്പോ? അല്ല, എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ സന്തോഷം. നിന്റെ അച്ഛൻ ഒന്ന് പോയേ. എന്റെ മുഖം കാണാൻ പറ്റുന്നല്ലോ. പരിപാടി കഴിഞ്ഞു. എന്തായി? കട്ട് ചെയ്തു. നല്ല കാര്യം. കട്ട് ചെയ്തു. അല്ല പേടിക്കണ്ട, വേറെ വഴിയുണ്ട്. ഒന്നുകൂടെ വിളിക്കാല്ലേ? ചേട്ടാ, എന്തിനാ കട്ട് ചെയ്തേ? ഞാനിവിടെ 4 മണി തൊട്ട് ഇവിടെ ഇരിക്കുന്നത്. കടയിൽ നല്ല തിരക്കാ. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ. അല്ല, ഞാൻ ചേട്ടൻ്റെ മോളെ കല്യാണം കഴിച്ചേ. ഓ ശരി. അതന്ന് ഹലോ ഹലോ എന്തായി? ഹലോ, കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ആണോ? വന്നോ? ഓ സോറി. അല്ല നീ അപ്പുറം വേണ്ടി കയറി. ആരെങ്കിലും വണ്ടി ഓടിക്കുന്നു. ശരി ഈ എന്തെങ്കിലും ടെൻഷനിലാണ്? എന്നെ ഫോളോ ചെയ്യാറുണ്ട്. എന്താ ആണ് പറയുന്നത്. എടോ, അയ്യപ്പസ്വാമിയാണ് സത്യം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു. ഉറപ്പാ? സത്യം. തൻ്റെ ചായ തന്നു കുടി. പിന്നെ പറ. ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നോടാണോ? ആ. എടാ, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിനാണോ പറയാന്ന് പറഞ്ഞു? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനന്ന് പാടിയത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടല്ലേ? അതറിഞ്ഞ, പക്ഷെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ? ഞാൻ പാടിയത് അയക്കുമ്പം അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനുള്ളൊരു മര്യാദയെങ്കിലും ഇല്ലേ? ഇതൊരു പാട്ടല്ലേ? താൻ തൻ്റെ ചെയറിലോ ഇരുന്നോണ്ടാണോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നു തീരുമാനിക്കുന്നത്? താനെന്തിനീ ചെറിയ കാര്യത്തിന് ഇത്രയും ഡിസ്റ്റർബ്? എന്താ ഇതിൻ്റെ പ്രശ്നം? അറിഞ്ഞിട്ടെന്താ? ഈ സൊല്യൂഷൻ ഉണ്ടാക്കി തരും.
പറ്റും. നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും. മാരാ, എനിക്ക് നിന്നോടൊരു സ്നേഹമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ വേറൊന്നുമല്ല. നിന്നോട് ലസ്റ്റ് തോന്നാനുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിനെ പറ്റിയ ടൈപ്പൊന്നുമില്ല. എനിക്ക് നിന്നോടത് ഇതുവരെ തോന്നിയിട്ടുമില്ല. പിന്നെ നീ എന്നെ ഒന്ന് തൊട്ടാൽ പോലും എനിക്കൊരു ഫീലും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ പരിപാടി നടത്തിക്കും. ശരി എന്നാൽ എനിക്കധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇനി ഒന്നിനെക്കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടി അടുത്ത്. സെറ്റാക്കിയല്ലേ? നിങ്ങൾ കാര്യമായ എന്തോ പ്ലാനിങ്ങിലായിരുന്നല്ലോ. അതാ പിന്നെ ഞാനവിടെ ഇരുന്നത്. നടക്കട്ടെ. അല്ല വരാ, നിന്റെ തടി പോലീസ് എന്തോ വന്നിരുന്നു കേട്ടല്ലോ. നമ്മുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു. നീ പറയില്ല, അതെനിക്കറിയാം. അത് വിട്, നമ്മളോട് പറഞ്ഞില്ല, മോശമായി പോയി. എൻ്റെ കൈക്ക് എന്തൊരു അതൊരു മുറിവാ. ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. ആ ഇതാ എൻ്റെ കാശിന് 2000 കിടക്കും, ബില്ലടയ്ക്കണം. എൻ്റെ കൈക്ക് എന്താ പറ്റിയെന്ന് പറയാം. അതൊരുത്തും വെട്ടിയതാ അരിവാളും കൊണ്ട്. വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സീനുണ്ട്. അവൻ്റെ പറമ്പിൽ കയറി 2 കാന്താരി പൊട്ടിച്ചതിന് വാള എടുത്ത് 2 വെട്ടങ്ങ് വെട്ടി, തുടക്കും കിട്ടി. നീ പേടിക്കണ്ട, ഞാൻ അവൻ്റെ വീടങ്ങോട്ട് പൊളിച്ചടുക്കി ചുമരൊക്കെ കൊണ്ട് ഇടിച്ചിട്ടു. അപ്പം മൊത്തം പോലീസ് കേസാ. നീ ഒരു 5000 രൂപ. എടാ എൻ്റെ കാശില്ല. നോക്കിയേ കള്ളം പറയില്ലടാ. നമ്മളൊന്നുമല്ല. എടാ നിന്റെ മോന്തെ നീ കുറുക്കം കുശൂട്ടിരിക്കണേ. ഡിപ്രഷനല്ലേ? അപ്പൊ അവള് നിനക്ക് സെറ്റായതല്ലേ? രണ്ടടിയാ. കയ്യിൽ ചക്ക വിളഞ്ഞാണ്. അതാണോ നിന്റെ പ്രശ്നം? നീ എന്തിനെങ്ങനെ ഷോ കാണിക്കുന്നേ? വിളിച്ചാൽ ഫോണും എടുക്കൂല, വാട്സപ്പിലാണെങ്കിൽ ഒടുക്കത്തെ മലോഡ്രമ. ഞാൻ പിന്നെ ശല്യപ്പെടുത്തിയോ? ഇല്ലല്ലോ. എടാ അതാണ് എൻ്റെ പ്രശ്നം. നീ ഇങ്ങനെ ഡൗൺ ആവാൻ മാത്രം എന്ത് പ്രേമം നിനക്ക് എന്നോട്? നിനക്ക് എന്നെ പറ്റി എന്താ അറിയുന്നേ? ഒരു കോപ്പിലെ സെന്റിമെന്റ്സ്. നിനക്കൊരു ക്യാരക്ടർ ഉണ്ടടാ. ഇതൊക്കെ പറയാനാണ് ഇപ്പം. സോറി, ഞാനൊന്നും പറയുന്നില്ല. എന്താ എന്താ ആരോടെ മാറി? എവിടെ? അവിടെ. സോറി. അവിടെ മിണ്ടാതെ നിൽക്ക്. അമ്മേ, അവളെവിടെ പോയെന്നാ പറഞ്ഞത്? അവളെ വിളിച്ചാൽ കിട്ടേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ട, അത് കാരണമാണ്. എനിക്കറിയാൻ പാടില്ല. അമ്മേ, എട്ടപ്പള്ളി. അമ്മേ, ഒന്നുമില്ല. എടോ, താൻ നമ്പർ അടിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അപ്പം തന്നെ കോളടിച്ച്. ഇതിപ്പം തനിക്ക് ഇത്രയും ബാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടോ, തനിക്കിനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും താൻ ആരാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇത് തന്നെ അത്ര ഇഷ്ടം. എനിക്ക് പ്രശ്നമുണ്ട്.
ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡായി ഹാൻഡിൽ ചെയ്യും. ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം, കമ്പനി തരാം. പോരെ? നീ നോക്കിയത് ആ ഫോണിങ്ങന്ന് ഫോൺ താടും. ചിരിക്കേ. ഹലോ എടാ, ഞാൻ